89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ ടൈം തുടങ്ങുമ്പോൾ നമ്മൾ 2 പേർ ചേർന്ന് ഇന്ന് ഗാരേജിന്റെ ഷട്ടർ ഉയർത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഉയർത്തുന്ന സമയത്ത് എല്ലാവരുടെ ശ്രദ്ധ ഞാൻ ഒരാഴ്ച പിന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ ഗാരേജിൽ നമ്മൾ അവതരിപ്പിച്ചത് പ്രീമിയർ പത്മിനിയാണ്. അവതരിപ്പിക്കാനിടയായ സാഹചര്യം പുലിവാൽ കല്യാണം സിനിമയാണ്. മണവാളനും ധർമ്മേന്ദ്രനും കൂടി മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് നടത്തുന്ന ഒരു കാർ യാത്ര, സലിംകുമാർ കൊച്ചിൻ ഗനീഫയും കൂടി നടത്തുന്ന കാർ യാത്ര സിനിമയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ പ്രധാന ഭാഗത്തേക്ക് എത്തുമ്പോൾ, പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു പത്മിനിയും സിനിമയുടെ പ്രധാന കഥാപാത്രമായി മാറുന്നതിലൂടെ വരുന്ന നിരവധി രസകരമായിട്ടുള്ള സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ ഗാരേജിനും കഴിഞ്ഞ ആഴ്ചത്തെ ഗാരേജിനും തമ്മിലുള്ള ഒരു ബന്ധം പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ധർമ്മേന്ദ്രയും മണവാളനും കൂടി മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയെങ്കിൽ ഈ ആഴ്ച വിനുവും കെവിനും കൂടി കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയതിന്റെ കഥയാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. അതെ, ഇതൊരു വല്ലാത്തൊരു കഥയാണ്. അതായത് സാധാരണ നമ്മൾ വാഹനങ്ങളുടെ ലോഞ്ച് വരുമ്പോൾ ലോഞ്ചിന്റെ ഡേറ്റ് കമ്പനികൾ നേരത്തെ തരും. നേരത്തെ വരുന്നതിനനുസരിച്ച് നമ്മളതെല്ലാം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കും. എന്നിട്ട് എല്ലാവരോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ബന്ധുക്കളോടും വേണ്ടപ്പെട്ട എല്ലാവരോടൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോകാറ്. അങ്ങനെ പറഞ്ഞിട്ടാണ് പോകാറ്. പക്ഷേ ഇവിടെ മാത്രം ഒരു ലോഞ്ച് വരാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ള ഒരു അറിയിപ്പ് കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ വരലും ടിക്കറ്റ് ബുക്ക് ചെയ്യലും പറക്കലും എല്ലാം പടപടയെന്നായിരുന്നു. എല്ലാം പടപടയെന്നായിരുന്നില്ല. ആദ്യം നമ്മൾ ഒരുമിച്ച് പോയത് ഒക്ടോബർ ഇവന്റിനാണ്. അതിന് മുന്നേ നമ്മൾ സംസാരിച്ചത് അൾട്രാവയലറ്റിൻ്റെ ഒരു ഇവന്റിന് നമ്മൾ പോകുന്നതാണ്. അന്ന് നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ പറ്റില്ല. അന്ന് തൊട്ട് എനിക്ക് സ്വൈര്യം തരാത്ത വിനിച്ചേട്ടന് ഒരു കനത്ത ശിക്ഷ കൊടുക്കണമെന്നുള്ള ആഗ്രഹവുമായി നടന്നുകൊണ്ടിരുന്ന ഞാൻ, സിയാറയുടെ ലോഞ്ച് വന്നു. ഞാൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, അറിയില്ല വിനിച്ചേട്ടാ, എപ്പോഴും വരുമോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. തലേ ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു, ടിക്കറ്റ് വന്നു, വണ്ടി വന്നു, പോകാം. ഇത് ശരിക്കും പലതരത്തിലുള്ള പ്രതികാരം കേട്ടിട്ടുണ്ട്. ഈ മധുര പ്രതികാരം എന്ന് പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് ചേരുന്നത് ഇതിനാണ് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാറയെ പറ്റി നമ്മൾ റേഡിയോയിൽ പറഞ്ഞു തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഇപ്പോൾ നമ്മളുടെ വനിതാ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് കിട്ടിയ കാലം മുതൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപ് മുതൽ സിയാറ ലോഞ്ച് ആകുന്നു, സിയാറ വരുന്നു, വരുമ്പോൾ നമ്മൾ പോകും, പോയിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ ലാസ്റ്റ് വീക്കിലേക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതങ്ങനെ ഞാൻ ഓർത്തു ലാസ്റ്റ് വീക്ക് ആണെങ്കിലും ഇതിനൊരു ഡേറ്റ് ഒക്കെ വരുമല്ലോ. ഇപ്പോൾ കെവിന് സാധാരണയായിട്ട് കമ്പനി ആദ്യം ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ടെന്ന് പറയും, അത് കഴിഞ്ഞ് ഈ ഒരു ഡേറ്റിലേക്കാണെന്ന് പറയും, എന്നിട്ട് ഇൻവിറ്റേഷൻ ബാക്കി പരിപാടികൾക്ക് നടക്കും. ആ ഒരു സിസ്റ്റം പ്രകാരം കുറച്ച് കാര്യങ്ങൾ കെവിൻ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചു, മനഃപൂർവ്വം. യെസ്, മറച്ചു വെച്ചു. കാര്യം അൾട്രാവയലറ്റിന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് റേഡിയോയിൽ എല്ലാവരെ കൊണ്ട് എന്നെ കളിയാക്കി ഒരാഴ്ച എനിക്ക് കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയാക്കി. അതങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ അൾട്രാവയലറ്റിന്റെ ലോഞ്ച് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. ആ കൊച്ചിയിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞ് കെവിൻ വിളിച്ചതാണ്. കെവിന് ഒരു അസൗകര്യം വന്നതിന്റെ പേരിൽ അതിന്റെ ഡേറ്റുകൾ തമ്മിൽ ചേരാതെ വന്നു. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ല. അന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, കെവിൻ ഇതുപോലെ പല ലോഞ്ചുകളും വരും, ലോഞ്ചിന്റെ കാര്യങ്ങൾ പറയും, അവസാനം പോകാൻ പറ്റില്ല, ഇതൊക്കെ ഭയങ്കര മോശമാണ് എന്നൊക്കെ രീതിയിൽ ഞാൻ ഒഫീഷ്യലായിട്ട് ആധികാരികമായി കുറച്ച് വിഷമം അറിയിച്ചു. യെസ്, അതിന്റെ വെളിച്ചത്തിൽ നടന്ന ആ ഒരു മധുര പ്രതികാര വീട്ടൽ കഥകളാണ് കേട്ടോ ഇന്ന് ഗാരേജിൽ 2 മണിക്കൂർ സംഭവിക്കാൻ പോകുന്നത്. സിയാറയുടെ ലോഞ്ചിന്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നു. അതിനുശേഷം സിയാറയുടെ ലോഞ്ചിന്റെ ഇൻവിറ്റേഷൻ നമുക്ക് വരുന്നു. 25th ടാറ്റ ഒഫീഷ്യലായിട്ട് പറയുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഷെയർ ചെയ്യുന്നു. അതായത് ടിക്കറ്റ് അയച്ചു തരുന്നു, ഏത് ഫ്ലൈറ്റാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണെന്നുള്ള മറ്റ് ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അവർ കോർഡിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ അപ്പോഴും വിനിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണ് വിനിച്ചാൻ്റെ അടുത്ത് പറയുന്നത്. 25-ാം തീയതി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 25-ാം തീയതി 26-ാം തീയതി പരിപാടി ഉണ്ട്. കെവിൻ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ കെവിൻ പറഞ്ഞു, പോയിരുന്നോ എൻ്റെ കൂടെ മുംബൈക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ 25-ാം തീയതിയിലെ പരിപാടി വേണമെങ്കിൽ 26-ലേക്ക് മാറ്റാം, പ്രശ്നമില്ല. മുംബൈ നമ്മുടെ സ്വന്തം മുംബൈ അല്ലേ. പ്രത്യേകിച്ച് ഞാൻ ഒരു ചോട്ടാ മുംബൈക്കാരനാവുമ്പോൾ ശരിക്കും മുംബൈയിലേക്ക് പോകാനുള്ള ഒരു ഇഷ്ടം, അതെ, ആ ഒരു ഇഷ്ടം പ്രമാണിച്ച് 2 പേർ ചേർന്ന് നവംബർ 25-ാം തീയതി മുംബൈയിലേക്ക് നടത്തിയ യാത്ര, അതും ടാറ്റ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച വളരെ ഗംഭീരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന, ഇപ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള സിയാറയുടെ ലോഞ്ച് കാണാൻ വേണ്ടി പോയതിന്റെ കഥകളാണ് ഇനി അങ്ങോട്ടേക്കുള്ള 2 മണിക്കൂർ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സിയാറ കഥകളാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിന് ശേഷം തിരികെ വരാം. സാധാരണ ഞാൻ പറയുന്ന പോർഷനിലൊക്കെ കെവിന് ഡൗട്ട് തുടങ്ങി. ഇതിപ്പോ ഒരു വലിയ അപകട സൂചനയാണ്. കുറച്ച് കഴിയുമ്പോൾ കെവിൻ പറയും, ഈ ഷോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, അല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊ അതുകൊണ്ട് കെവിൻ ഒരു പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1-ലധികം പാട്ടുകൾ റേഡിയോയിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാം കെവിന്റെ ആ ഒരു കൺട്രോളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ ഇവിടെ പണിയുന്നത്. ഓക്കെ, റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage.
സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിൽ രണ്ടുപേരുണ്ട്, വിനുവും കെവിനും ഉണ്ട്. ഇന്നത്തെ ഗാരേജിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 25-ാം തീയതി ടാറ്റയുടെ സിയാറ ലോഞ്ച് ചെയ്തു. ആ ലോഞ്ചിന്റെ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തതിന്റെ കഥകളാണ്, പങ്കെടുത്തതിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് എയർപോർട്ടിൽ വെച്ച്, നെടുമ്പാശ്ശേരിയിൽ വെച്ചാൽ. കാരണം കെവിൻ കോട്ടയത്തുനിന്നും ഞാൻ എറണാകുളത്തുനിന്നും എയർപോർട്ടിലേക്ക് എത്തുന്നു. അല്ല, നമ്മളെ ടാക്സി വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെയാണല്ലോ കഥ തുടങ്ങുന്നത്. അതെ അതെ, അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ അപ്പോഴും ടിക്കറ്റോ ബാക്കി പരിപാടികളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. തലേ ദിവസമൊക്കെ അത്യാവശ്യം നല്ല ഓട്ടത്തിലായതുകൊണ്ട് എത്തിയതിന് ശേഷം ഞാൻ കെവിനോട് ചോദിച്ചു, കെവിൻ, കഴിഞ്ഞ തവണ നമ്മൾ ഒക്ടാവിയയ്ക്ക് പോയതുപോലെ ആയിരിക്കും സീറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ? കാരണം ഒക്ടാവിയയ്ക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ സീറ്റ് നമ്പറൊക്കെ വെച്ച് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ ഒരു നമ്പർ മാച്ച് ചെയ്യുന്ന സീറ്റ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് അന്വേഷിച്ച് തുടങ്ങിയതാണ്. നടന്ന് ഫ്ലൈറ്റിന്റെ സീറ്റും തീർന്ന് ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റിന്റെ പുറകുവശത്ത് ഇനി അഡീഷണൽ വല്ല കസേരയിട്ട് ഇരിക്കേണ്ടി വരുന്നു. കാരണം ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ആണ് ഇരിക്കാൻ പറ്റിയത്. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഉയരം ഉള്ള ആളായതുകൊണ്ട്, പ്രത്യേകിച്ച് 6 അടി ഉയരമുള്ള ആളായതുകൊണ്ട് 6 അടിക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഫ്ലൈറ്റിൽ ഏറ്റവും പുറകിലെ സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ മുട്ടുകാൽ മുൻപിലെ കസേരയ്ക്ക് ഒരു ബാധ്യതയാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുൻപിലെ കസേര നമ്മളുടെ മുട്ടിന് ഒരു ബാധ്യതയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പാവ സ്കോഡ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു സീറ്റ് ഇവിടെ വേക്കൻ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെ, ആ സ്കോഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഏറ്റവും ബാക്കിലെ സീറ്റ് ബുക്ക് ചെയ്തെങ്കിലും എൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള ബുദ്ധി കൊണ്ട് ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് എയർ ഹോസ്റ്റസിനോട് ചോദിച്ചിട്ട് അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന നല്ല പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിലേക്ക് മാറിയിരുന്നതിന്റെ പേരിൽ രക്ഷപ്പെട്ടു. അന്ന് ഞാൻ കെവിനോട് പ്രതിഷേധം അറിയിച്ചതാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ, ഒപ്പം വിശാലമായിട്ട് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സീറ്റ് ബുക്ക് ചെയ്യണമെന്ന്. എന്തായാലും കെവിൻ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തന്നു എന്ന് പറയാം. അപ്പ് ആൻഡ് ഡൗൺ, കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും തിരിച്ച് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കും വിൻഡോ സീറ്റാണ് ഈ പ്രാവശ്യം വിനിച്ചേട്ടന് ലാവിഷായിട്ട് കൊടുത്തിരിക്കുകയാണ്. പൈസ ഒന്നും നോക്കിയിട്ടില്ല. അതിനകത്ത് ശരിക്കും കെവിൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്ത് വിശാല മനസ്സാണല്ലേ കെവിൻ്റെ എന്ന് വിചാരിക്കരുത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതായത് കെവിൻ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് ശരിയാണ്. 2 പേർക്ക് വിൻഡോ സീറ്റാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരിക്കലും അടുത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ച് ഷോ ചെയ്യുന്നവർ വിമാനത്തിന്റെ അകത്ത് അടുത്തിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ഈ സൈഡ് സീറ്റ്, വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് പറക്കുമ്പോഴും മുംബൈയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ. അതിനുള്ള സൗകര്യം കെവിൻ ചെയ്തു തന്നു. പക്ഷേ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്തു തന്നില്ല. ഈ ഫ്ലൈറ്റ് പറന്നു പോകുന്നത് രാത്രി 12 മണിക്കും അത് പറന്നിറങ്ങുന്നത് 1:30ക്കുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് അപ്പുറവുമുള്ള സമയത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി വിൻഡോ സീറ്റ് അറേഞ്ച് ചെയ്ത് തന്ന കെവിന്റെ ആ ഒരു വിശാല മനസ്സ്. പക്ഷേ വിനിച്ചേട്ടാ, രാത്രിക്കാണ് ഭംഗി കൂടുതൽ, അത് വിനിച്ചേട്ടൻ മനസ്സിലാക്കണം. അതെ, കൊച്ചിയുടെ ആകാശം, രാത്രി കൊച്ചിയുടെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ പലതവണ ഇതുപോലെ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പുതുമയായിട്ട് തോന്നിയില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ രാത്രി മുംബൈയും രാത്രി കൊച്ചിയും കാണാൻ പറ്റി. നമ്മൾ പറന്നിറങ്ങുവാണ്, മുംബൈയിലേക്ക് ചെല്ലുന്നു. മുംബൈയിലേക്ക് ചെന്നതിന് ശേഷം പിന്നെയും നമ്മളെ കാത്ത്, അല്ലെങ്കിൽ ടാറ്റ സിയാറയുടെ ഒരു വലിയ ബോർഡും പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആ ബോർഡിൽ 2 പേരുടെയും പേരുകൾ എഴുതിയിട്ടുള്ള ബോർഡും പിടിച്ചുകൊണ്ട് ഒരാൾ എയർപോർട്ടിൽ നമ്മളെയും കാത്തു നിൽക്കുവാണ്. അതെ, വെൽക്കം കെവിൻ എബ്രഹാം തോമസ് ആൻഡ് വിനു ജോൺ. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടിൽ, ഏറ്റവും തിരക്കുള്ള എയർപോർട്ടിൽ നമ്മുടെ 2 പേരുടെയും പേരെഴുതിയിട്ടുള്ള കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അതെ, ആ ചേട്ടൻ ഓർക്കുന്നുണ്ടാവും, ഇവന്മാരൊക്കെ ആരാണാവോ ഉറക്കം കളയാനായിട്ട് വെളുപ്പാങ്കാലത്ത് എന്ന് പറഞ്ഞ ഒരു 2-2:30 അദ്ദേഹം അവിടെ ആ ഒരു, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്രയും ടൈം എടുത്തു നമ്മളവിടെ ലാൻഡ് ചെയ്യാനായിട്ട്. 2:30 എയർപോർട്ടിൽ എത്തുന്നു. അതിനുശേഷം നമ്മൾ ആ ചേട്ടന്റെ പുറകെ പോകുന്നു. ആ ചേട്ടൻ ഒരു കാറിന്റെ അകത്ത് കയറുന്നു. എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ വണ്ടിയുടെ ഡ്രൈവറാണ്. ആ ചേട്ടൻ കയറിയ കാറിന്റെ പുറകിൽ നമ്മൾ കയറുന്നു, വണ്ടി വിടുന്നു. അതെ, വണ്ടി നേരെ റൂമിലേക്ക് വരുന്നു. അതെ, അപ്പോൾ എവിടെയാണ് താമസം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡൽഹിയിലെ, ഇതിനു മുമ്പ് ഒക്ടാവിയയുടെ ലോഞ്ച് നടന്നപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തിയതിനു ശേഷം നമ്മൾ താമസിക്കുന്ന ഇടത്തേക്ക് ഡൽഹിയിൽ നിന്ന് കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു 10-15 കിലോമീറ്ററേ ഉള്ളെങ്കിലും ഡൽഹിയിലെ ഒരു ട്രാഫിക് വെച്ച് അവിടേക്ക് എത്താൻ നമുക്കൊരു 1.5 മണിക്കൂറോളം എടുത്തു. അതെ, അപ്പോൾ ഇവിടെയും നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അമിത പ്രതീക്ഷകൾ മനസ്സിൽ വെക്കാത്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നല്ല ദൂരത്തേക്ക് എത്തേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ 2 പേരും നല്ല തിരക്കിലായിരുന്നു ആ സമയങ്ങളിൽ. അപ്പം കൂടുതൽ എങ്ങോട്ടാണ് സ്റ്റേ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല, ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയിൽ കയറിയിട്ട് എത്ര ദൂരമുണ്ട് എന്നുള്ളത് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ കെവിൻ്റെ ഇൻവിറ്റേഷനിൽ ഈ പറഞ്ഞ ഹോട്ടൽ എവിടെയാണെന്ന്, ബാക്കി പരിപാടി നടക്കുന്നത് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ട് എയർപോർട്ടിൽ നിന്ന് അവിടേക്ക് എത്ര ദൂരം, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മളെ എത്തിക്കാൻ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതാണ്. അപ്പോൾ എയർപോർട്ടിൽ വണ്ടി വിട്ടു. എപ്പോൾ എത്തും ചേട്ടാ, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡ്രൈവർ ചേട്ടൻ കൈ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ കാണുന്നതാണ് നിങ്ങളുടെ ഹോട്ടൽ, വേണം നടന്നു നോക്കോ, വണ്ടി വിട്ടത് നിങ്ങളുടെ ഭാഗ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ തന്നെയാണ് കേട്ടോ. എയർപോർട്ടും ഈ ഹോട്ടലും തമ്മിൽ ഒരു മതിൽക്കെട്ട് അപ്പുറവും ഇപ്പുറമാണ്. നമ്മളിപ്പോൾ സർഗക്ഷേത്ര റേഡിയോ സ്റ്റേഷന്റെ നമ്മളുടെ ഓഫീസ് കെട്ടിടവും തൊട്ടപ്പുറത്തിരിക്കുന്ന കോളേജിലെ ഹോസ്റ്റലും പോലെയാണ്. ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറമാണ് എയർപോർട്ടും ഹോട്ടലും. ഇപ്പോൾ വിമാനത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി പോകാനാണെങ്കിൽ ആ മതിൽ വഴി അപ്പുറത്തേക്ക് ഒരു വഴി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രൊസീജിയറും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോയാൽ മതിയായിരുന്നു. അതെ, പെട്ടി ഉരുട്ടിക്കൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. അതെ, പെട്ടി ഉരുട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ വേണ്ടി തോക്കും പിടിച്ചിട്ടുള്ള കുറെ പേർ നിൽക്കും എന്നുള്ളത് കൊണ്ടും തോക്കിലുണ്ട കുറയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടും അപ്പോൾ ഉരുട്ടിക്കൊണ്ട് പോയവർ വേറെ പെട്ടിയിൽ തിരിച്ചു വരേണ്ടി വരും. അതെ അതെ അതെ, ഒരു പെട്ടി ചുമന്നു കൊണ്ടുപോയവരെ വേറൊരു പെട്ടിക്കകത്താക്കി കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നിയമാനുസൃതമായിട്ട് ടാക്സിക്കകത്ത് കയറി ഒരു റൗണ്ട് കറങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് ചെല്ലുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തുന്നു. മാരിറ്റിലായിരുന്നു ടാറ്റ നമുക്ക് സ്റ്റേ അറേഞ്ച് തന്നത്. ശരിക്കും രണ്ടുപേർക്ക് 2 റൂമാണ്. അർദ്ധരാത്രി തന്നെ ആ കീയും വാങ്ങി രണ്ടുപേരും 2 മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ചെല്ലുമ്പോഴും ചില അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ മുറിയിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യാത്രയിൽ. ശരിക്കും ടാറ്റയുടെ കഥ പറയാനുള്ള നേരമാണെങ്കിലും CRIയെ പറ്റി പറയാനുള്ള സമയമാണെങ്കിലും നമ്മളവിടെ എത്തിയ കാര്യം മുതൽ കൃത്യമായിട്ട് പറയണമല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുറിയുടെ വാതിൽ തുറന്ന 2 പേരും യഥാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെ പറയാം. എന്താണ് ഞെട്ടൽ എന്നുള്ളതില്ല കെവിൻ, നമ്മൾ പാട്ട് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. പക്ഷെ എന്നെക്കാളും കൂടുതൽ ഞെട്ടിയത് വിനിച്ചേട്ടനാണ്. ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ ഈ ഞെട്ടലിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത് എനിക്കാണ്. ഞെട്ടലിന്മേലുണ്ടായ സന്തോഷം കൂടുതൽ കിട്ടിയത് എനിക്ക് തന്നെയാണ്. ആ ഒരു സന്തോഷം എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയുള്ള സമയമാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയമാണ്. കെവിന് വിനുണ്ട് കൂടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം ടാറ്റ സിയാറയുടെ ലോഞ്ചിന് കഴിഞ്ഞ 25-ാം തീയതി മുംബൈയിലെത്തിയ കഥകളാണ്. അപ്പോൾ മുംബൈയിലെത്തിയിട്ട് ലോഞ്ചിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ ഹോട്ടലിലെത്തിയിട്ടുള്ളൂ. ഹോട്ടലിലെത്തി റൂം 2 പേർക്ക് 2 റൂം കിട്ടി. റൂം തുറന്ന ഞാനും കെവിനും ഞെട്ടി എന്ന് പറഞ്ഞു. കൂടുതൽ ഞെട്ടിയത് ഞാനാന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ ആ ഞെട്ടലിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മുറിയാണ്. എപ്പോഴും ഒരു മുറിക്കകത്ത് ഒരു റൂമിൽ ചെല്ലുമ്പോൾ, ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിസോർട്ട് എവിടെ ചെന്നാലും നമ്മൾ ആ മുറിക്കകത്തെ സൗകര്യം പെട്ടെന്ന് കണ്ടു തീർത്തതിന് ശേഷം ജനലുകൾ തുറന്നിട്ട് പുറത്തെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളത് നോക്കലാണല്ലോ പരിപാടി. അതെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ, അങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൂമിന്റെ ഡോർ തുറന്നപ്പോൾ തന്നെ ഒരു വശത്തെ ഗ്ലാസ് വിൻഡോ ആണ്, അത് തുറന്നു കിടക്കുവാണ്. അത് തുറന്ന് കിടക്കുന്നിടത്തേക്കാണ് ഞാൻ റൂമിലെ സൗകര്യങ്ങൾ നോക്കുന്നതിന് മുൻപേ പുറം കാഴ്ചകൾ നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ നേരെ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ടെർമിനലിന്റെ എതിർവശത്തായിട്ടുള്ള റൂമാണ്, അല്ലെങ്കിൽ എതിർവശത്തായിട്ടുള്ള ഹോട്ടലിലെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ മുറി ആ ഹോട്ടലിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഇത്രത്തോളം എയർക്രാഫ്റ്റ് കാഴ്ചകൾ കാണാൻ പറ്റുന്ന മുറി. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് വിനിച്ചേട്ടനാണ് കുറച്ച് കൂടുതലായിട്ട് ഞെട്ടിയത്. കാര്യം എനിക്ക് കിട്ടിയ സെയിം റൂം ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ നല്ലൊരു വിസിബിലിറ്റി, അതായത് നമ്മളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് ആംഗിൾ വ്യൂ എങ്ങനെ കിട്ടുന്നു അതുപോലെയായിരുന്നു വിനിച്ചേട്ടൻ്റെ മുറി എന്നുള്ള ആ ഒരു വ്യൂ. എന്നാൽ എൻ്റെ മുറി എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യൂ മാത്രമാണ്, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ വിനിച്ചേട്ടൻ്റെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഫുൾ പിക്ചർ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റും. അതായത് ഇപ്പൊ കെവിൻ പറഞ്ഞ പോലെ ഒരു 180 ആംഗിളിൽ കാണുന്നത് മുഴുവൻ എയർപോർട്ട് തന്നെയാണ്, എയർപോർട്ടിലെ കാഴ്ചകൾ തന്നെയാണ്. നമ്മളിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും മുഖത്തേക്ക് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ആരുടെ ടോർച്ച് അടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ, ഇങ്ങനെ എനിക്ക് ദേഷ്യപ്പെടണമെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ടത് വിമാനമൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളോടാണ്. പൈലറ്റെ ആ ലൈറ്റ് ഒന്ന് കുറച്ചേ കണ്ണിലോട്ടടിക്കുന്നു. ഈ ഒരു സീൻ ശരിക്കും ഇത് അതിശയോക്തിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരെണ്ണം പറന്നു പോകുന്നു, അടുത്തത് പറന്നിറങ്ങുന്നു, അടുത്തത് ഇറങ്ങാനായി തയ്യാറെടുക്കുന്നു, അടുത്തതിനകത്ത് ആളെ കയറ്റുന്നു. ഈ സാധനങ്ങൾ തന്നെ കിടന്നുകൊണ്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഒരു 8th ഫ്ലോർ ആണ്, നമുക്ക് എണീറ്റ് നിന്ന് താഴേക്കൊന്നും നോക്കണ്ട. കിടക്കുന്ന പൊസിഷനിൽ ഒരു വശത്തേക്ക് നോക്കിയാൽ കാണുന്നത് മുഴുവൻ വിമാന കാഴ്ചകളാണ്. നമ്മൾ വാഹനങ്ങളെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ പോലും നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തന്നെയാണ് വിമാനങ്ങൾ. അതും വാഹനത്തിൻ്റെ മറ്റൊരു വെർഷൻ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിമാനം എന്ന് പറയുന്നത് എപ്പോഴും നോക്കി നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം നമ്മുടെ റൂമിൽ ഇരുന്ന് ഇങ്ങനെ കിടന്നുകൊണ്ട് കാണുക എന്ന് പറയുന്നത് മറ്റൊരു ഫീലിംഗ് തന്നെയാണ്. അത് കെവിൻ എത്ര പ്രായമായാലും, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്ര പ്രായം കഴിഞ്ഞാലും നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി റൂട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈക്കിലോ കാറിലോ എങ്ങനെയാകട്ടെ, ഒരു വിമാനം അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് വണ്ടി നിർത്തി പറ്റുമെങ്കിൽ അങ്ങനെ നോക്കും. വണ്ടി നിർത്താതെ നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിമാനത്തെ മിസ് ചെയ്യില്ല. നമ്മുടെ മുന്നിലൂടെ ഒരു വിമാനം പോയി കഴിഞ്ഞാൽ വിമാനമല്ല അത് പോട്ടെ ഇങ്ങനെ പറയുന്ന ഒരു പരിപാടി ഇല്ല. അത് ശരിയാണ്. ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കെവിൻ്റെ റൂമിൽ ഇത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുന്ന റൂം അല്ലാത്തത് കൊണ്ട് കൂടുതൽ സമയം കെവിൻ ഞങ്ങൾ ഒന്നിച്ച് ഒരു റൂമിലാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല വിമാന കമ്പനികളിലെ വിമാനങ്ങൾ പറന്നിറങ്ങുന്നതും പറന്നു പൊങ്ങുന്നതും ഒക്കെ
അതിനെപ്പറ്റി ഒത്തിരി ചർച്ചകൾ നടത്തി. അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ കെവിനോട് ചോദിച്ചു, കെവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം കെവിന് തരാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഗാരേജിൽ ഒരു ദിവസം നമ്മൾ വിമാനത്തെ ആയിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. അതെ, അതായത് വിമാനത്തെ കൊണ്ടുവരും എന്ന് അല്ലെങ്കിലും വിമാനവുമായി ബന്ധപ്പെട്ടുള്ള കഥകളായിരിക്കും, കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. കാര്യം നമ്മൾ കൂടുതൽ ഈ ഒരു ലോഞ്ചും പരിപാടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിമാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനമായിട്ട് നമ്മൾ കുറച്ചധികം ഒരു ആത്മബന്ധം ഉണ്ട്. നമ്മൾ ഏത് എയർക്രാഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഏത് വെർഷനാണ്, അത് എത്ര പഴക്കമുണ്ട്, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കാറുണ്ട്. കെവിൻ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ സീറ്റിന്റെ പൊസിഷൻ എങ്ങനെയാണ്, പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുമോ, അവരെന്ത് ഫുഡ് തരും, ചായ കിട്ടുമോ, ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കും. എല്ലാം നോക്കണമല്ലോ. മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയോടൊപ്പം തന്നെ നമ്മൾ ശാരീരികമായി വളരണമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ റൂം കിട്ടുന്നു, ലോഞ്ചിന്റെ ആ ഒരു ടൈമൊക്കെ വരുന്നു. ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചരോട് കൂടിയാണ് ലോഞ്ച് നടക്കുന്നത്. നമ്മൾ കിട്ടിയ ആ ഒരു 2-3 മണിക്കൂർ സമയം കിടന്നുറങ്ങിയതിന് ശേഷം വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ കെവിൻ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ലോഞ്ചിന്റെ നേരമാണ്. നമ്മളെ ലോഞ്ച് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടി എത്തുന്നു. വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു. ഈ പറഞ്ഞ നമ്മൾ താമസിച്ച ഹോട്ടലും അവിടുന്ന് ലോഞ്ച് നടന്ന ജിയോ കൺവെൻഷൻ സെന്ററിലേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണ്. അപ്പോൾ മുംബൈയിലെ പകൽ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഡൽഹിയും മുംബൈയും തമ്മിൽ തിരക്കിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ്. 6 കിലോമീറ്റർ എത്താൻ നമുക്ക് വേണ്ടി വന്ന സമയം ഏകദേശം ഒരു 3/4 മണിക്കൂറാണ്. 45 മിനിറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ആലോചിക്കുക, 6 കിലോമീറ്റർ ഇവന്മാർ 45 മിനിറ്റ് കൊണ്ടാണ് എത്തിയതെങ്കിൽ ഇവർ നടന്നാണോ പോയെന്ന്. നടന്നു പോയതിലും വേഗത്തിലെത്തിയായിരുന്നു. ചില സമയത്ത് ഫ്ലൈ ഓവറിന് മുകളിലൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര സുഗമമാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ഇവിടെ മുംബൈയിലുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡൽഹി പോയപ്പോഴുള്ള ഫ്ലൈ ഓവറുകളിലൊക്കെ 4 ലൈനായിട്ട് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്ക് കിടക്കുന്നത് കാണുമ്പോൾ അതിന്റെ സൈഡിൽ കൂടി സൈക്കിളൊക്കെ ചവിട്ടി ഓരോരുത്തർ ടാറ്റയൊക്കെ തന്നിട്ട് പോകുമോ. അതെ, അത് കാണുമ്പോൾ ഒരു മനസ്സുമാണ്. അങ്ങനെ നമ്മളെ വണ്ടി ലോഞ്ച് നടക്കുന്നിടത്തേക്ക് എത്തുവാണ്. ലോഞ്ച് നടക്കുന്ന ജിയോ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നു. എത്തിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെവിന്റെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അതെ അതെ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം വരാൻ പോകുന്നത് മുഴുവനും അത്ഭുത കഥകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിരത്തിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള വൻ പഞ്ചുമായിട്ട് തിരിച്ചെത്തുന്ന സിയാറയുടെ ലോഞ്ചാണ്. സിയാറയുടെ ലോഞ്ചിന്റെ കഥകളാണ് കേട്ടുകൊണ്ടിരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ്. കെവിനും വിനുവാണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ നേരമാണ്. റേഡിയോ ഗാരേജിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഴുവൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നവംബർ 25-ാം തീയതി മുംബൈയിൽ നടന്ന ടാറ്റ സിയാറയുടെ ലോഞ്ചിന് നമ്മൾ എത്തിയപ്പോൾ കണ്ട കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച സന്തോഷമൊക്കെ ഉണ്ടോ. അങ്ങനെ സിയാറയുടെ ലോഞ്ച് നടക്കുന്ന ജിയോ കൺവെൻഷൻ സെന്ററിലേക്ക് രണ്ടാളും എത്തിയത് രജിസ്ട്രേഷൻ പരിപാടി. അവിടെ എന്തൊക്കെയാണ് നടന്നത്? രജിസ്ട്രേഷൻ ജസ്റ്റ് നമ്മുടെ ഒരു പേരും ഡീറ്റെയിൽസും നമ്മുടെ മീഡിയ പബ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കുക. അതിനുശേഷം നമുക്കൊരു ടാഗ് തരും. കാര്യം ഇത് ജിയോ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. ജിയോ കൺവെൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് 20ാമത്തെ ഗേറ്റ് ആണ്. 20 ഹോൾസ് ഉണ്ട്. നമ്മൾ ജിയോ കൺവെൻഷൻ സെന്ററിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഒരു കൺവെൻഷൻ സെന്റർ കണക്ക് കൂട്ടി. നമ്മൾ ഒരുപാട് ഇത്തരം സ്പേസുകൾ കണ്ടിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഈ ഒരു ഏരിയ ഇത്രത്തോളം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര വലുതായിരിക്കും. അങ്ങനെ കണക്ക് കൂട്ടിയതിന് ശേഷം ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഗേറ്റ് കണ്ടു. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡ് കണ്ടപ്പോൾ ഞാനോർത്ത് ഓക്കെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ബോർഡ് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹത്തിന് വണ്ടി ഓടിക്കേണ്ടി വന്നത്. കാരണം ഇതിന്റെ മതിൽ കിട്ടൊന്നും തീരുന്നില്ല. അതെ, 20 ഗേറ്റുകൾ താണ്ടിയിട്ടാണ് നമ്മളുടെ എൻട്രൻസിലേക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയത്. അത്രയധികം ഹോൾസ്, അതായത് 20-അപ്പുറത്ത് ഹോൾസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇവന്റ് നടക്കുന്നത് 20ാമത്തെ ഹോളിലാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ ഗേറ്റിലും ഓരോരോ കൺവെൻഷൻ സെന്ററും അല്ലെങ്കിൽ ഇത്തരം പല പല സംവിധാനങ്ങളൊക്കെയാണ്. ഇതിന്റെ എല്ലാം പേരുകൾ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പേരുകൾ നമ്മൾ ഒരൊറ്റ മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ അംബാനി കുടുംബത്തിൽ എത്ര ആളുകളുണ്ട് എന്നൊക്കെ നമുക്ക് ഈ പേരുകൾ, ഓരോ കൺവെൻഷൻ സെന്ററുകളുടെ പേരുകൾ വായിച്ചാൽ മനസ്സിലാവും. കാരണം എല്ലാത്തിനും ഓരോരുത്തരുടെ പേരാണ്. അതെ, എല്ലാവർക്കും ഒരു എൻട്രൻസിലൊരു പേര്, മറ്റൊരു പവിലിയന്, നമ്മൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ പവിലിയൻസിന് പേരിടത്തില്ല, അതുപോലെ ഓരോ എൻട്രൻസിലും ഇവരുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട മറ്റുള്ള ആൾക്കാരുടെ പേരൊക്കെ ആലിംഗനം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത, നമുക്ക് പരിചയമുള്ള ഇപ്പോൾ നിത അംബാനിയുടെ പേരറിയാം, അല്ലെങ്കിൽ ആനന്ദ് അംബാനിയുടെ പേര്, അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ നമുക്കറിയാം. നമുക്കറിയാൻ പറ്റാത്ത ചില പേരുകൾ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ഡ്രൈവറുകാരോട് ചോദിക്കും. ഡ്രൈവർ ഗിൽബർട്ട്, അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ഇത് അവരുടെ ഇന്നാളുടെ മോനാണ്, ഇന്നാളുടെ മോളാണ്, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെല്ലുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു
600 അല്ലെങ്കിൽ 1000 താഴെ ആളുകൾ ഇരിക്കുന്ന ഒരു വലിയ ഇടത്തേക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എത്തിയവരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അത് 10 താഴെയാണ്. അതെ 10 താഴെ കേരളത്തിൽ നിന്ന് എത്തിയവരുണ്ടെങ്കിൽ അതിൽ റേഡിയോയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത. അതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും പ്രത്യേകത. കേരളത്തിൽ നിന്ന് റേഡിയോയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ എത്തിയിട്ടുള്ള 2 പേരാണ്. ആ 2 പേർ പറയുന്നതാണ് ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ശരിക്കും ആദ്യം ഒരു മ്യൂസിക് ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരെയും കാണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു മ്യൂസിക് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് CRIയെ പറ്റിയുള്ള ഒരു പ്രസന്റേഷൻ, എന്താണ് വണ്ടി, എന്താണ് ഈ വണ്ടി ഇപ്പോൾ അവതരിപ്പിക്കാൻ കാരണം, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ക്ലാസ് എന്ന് തന്നെ പറയാം. അതെ, അതിപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, CRI എങ്ങനെയാണ് ബോൺ ചെയ്തത്, CRIയുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അത് എങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്, അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അല്ല അതിൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ്, പിന്നെ അതിനുശേഷം അതെങ്ങനെയാണ് ഡിസ്കണ്ടിന്യൂ ആയത്, അതിനുശേഷം വീണ്ടും എന്തുകൊണ്ടാണ് CRI റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇനി മുമ്പോട്ടുള്ള ടാറ്റയുടെ ഒരു പാത്തും ഇതിനകത്ത് ഷോക്കേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ടാറ്റയുടെ ചീഫ് ഡിസൈൻ ഓഫീസർ അല്ലെങ്കിൽ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ കീ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആൾക്കാരുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പല കമ്പനികളുടെ ഒരു ആകത്തുകയാണ്. അതായത് ചിലപ്പോൾ ടയർ സപ്ലൈ ചെയ്യുന്നത് വേറൊരു കമ്പനി ആയിരിക്കാം, ലൈറ്റ് സപ്ലൈ ചെയ്യുന്നത് വേറൊരു കമ്പനി ആയിരിക്കാം, സീറ്റ് സപ്ലൈ ചെയ്യുന്നത് വേറൊരു കമ്പനി ആയിരിക്കാം. എന്നാൽ ടാറ്റ CRIയിലേക്ക് വന്ന സമയത്ത്, ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് നോർമലി നമ്മൾ മറ്റു മാനുഫാക്ചേഴ്സിൽ കാണാത്തൊരു കാര്യമാണ് ഈ പറയുന്ന കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ സ്പീച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അത് ബോഷിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഓട്ടോമൊബൈൽ സെക്ടർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ കൂട്ടമായിട്ട് ഒരു എഫേർട്ട് ഇടുന്നു, അതിനൊരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഇവൻറ്റിലേക്ക് വരുന്നു, അതിനൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു ദിവസം എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയായിരുന്നു ടാറ്റ CRIയുടെ ലോഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ CRIയെ പറ്റിയുള്ള കെവിൻ പറഞ്ഞതുപോലെ CRIയുടെ ചരിത്രം മുതൽ ഇപ്പോൾ CRI പുറത്തിറങ്ങുന്നതിൻ്റെ സാഹചര്യവും ഇപ്പോൾ ഇറക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകതകൾ പറയുമ്പോഴും ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ മൊത്തം സ്റ്റേജിൽ വലിയ പടുകൂറ്റനൊരു സ്റ്റേജാണ്. ഇപ്പോൾ അതിമനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെ നമ്മൾ ഓടി നടക്കേണ്ടി വരും, അത്രത്തോളം ലെങ്ത്തിൽ വെച്ചിട്ടുള്ള LED സ്ക്രീൻ, അതിഗംഭീര സൗകര്യങ്ങളുള്ള വലിയ സ്റ്റേജിൽ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് പ്രസന്റ് ചെയ്യുന്നു. നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ളവർ ഇത് നോക്കിയിരിക്കുന്നു. അപ്പോഴും ഞാൻ എന്തോ കുറവുണ്ടല്ലോ, ശരിക്കും നമ്മളൊരു വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്, വണ്ടി എവിടെ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ കെവിന് അങ്ങനത്തെ ഒരു അത്ഭുതമോ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല. കെവിൻ ഇത്തരം പരിപാടികൾക്ക് ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് വണ്ടി സമയത്ത് വരും എന്ന് കെവിൻ അറിയാമായിരുന്നു. വണ്ടിക്കൊരു മുഹൂർത്തമുണ്ട്. ഈ നമ്മൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് വരാനായിട്ടൊരു മുഹൂർത്തം ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങളുടെ വണ്ടികൾക്കും ഒരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം ആകുമ്പോഴേ ഞങ്ങൾ കർട്ടൻ നീക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്റ്റേജ് അത്യാവശ്യം ഒരു 3.5 അടി ഉയരത്തിലുള്ള സ്റ്റേജാണ്. സ്റ്റേജിൽ നിന്ന് 2 വശങ്ങളിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ അവിടെ കൂടി ഒരിക്കലും വണ്ടി കയറാൻ പറ്റില്ല. നടുവിലൊരു റാമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. കാരണം അത്രത്തോളം മനോഹരമായ ഇടമാണ്. പിന്നെ യെല്ലോ വാഹനത്തിന്റെ കോമ്പിനേഷനാണ് ഇവർ LED സ്ക്രീനിലെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് വരുമ്പോഴാണല്ലോ അതിന് കൂടുതൽ എടുപ്പ് വരുന്നത്. ഒപ്പം ടാറ്റ CRI എന്ന് എഴുതിയിട്ടുള്ള ബാഡ്ജിങ് മുഴുവൻ വൈറ്റിലാണ്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് വൈറ്റ് യെല്ലോ കോമ്പിനേഷനിലുള്ള സ്റ്റേജ് കാണുമ്പോൾ ചുറ്റും നമ്മൾ നോക്കും. സ്റ്റേജിന്റെ ചുറ്റും ഓഡിറ്റോറിയത്തിന്റെ ഇന്റീരിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലുള്ള ലൈറ്റുകളുടെ എണ്ണമൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട്. നമുക്ക് എണ്ണിയാൽ തീർക്കാൻ പറ്റാത്തത്രയും വലിയ ഗംഭീരമായ സൗകര്യങ്ങളുള്ള പടുകൂറ്റൻ ഓഡിറ്റോറിയത്തിൽ ഒരാൾ മാത്രം മിസ്സിംഗ് ആണ്. അത് CRI ആണ്. ടാറ്റ CRI അവിടെ കാണാനില്ല. കുറേ, അതായത് ഈ വാഹനത്തിന്റെ പ്രസന്റേഷനുകളും പരിപാടികളും എല്ലാം വരുന്നു. ആ പ്രസന്റേഷനുകളിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഒന്ന് വണ്ടി എവിടെയെന്നും രണ്ടാമത്തത് വണ്ടിക്ക് എത്ര വിലയാണെന്നാണ്. ഇത് രണ്ടും മാത്രം തുടക്കത്തിലൊന്നും അവിടെ കാണാൻ പറ്റിയില്ല. ഇല്ല, അത് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലെ അനൗൺസ് ചെയ്യുള്ളൂ. അതങ്ങനെയാണ്, ആ ഒരു ഇവന്റിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ രീതി വളരെ മനോഹരമായി എന്ന് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നുണ്ട്. ശരിക്കും കഥയിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ ക്ലൈമാക്സ് ഏറ്റവും അവസാനമാണല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് വാഹനത്തിന്റെ. നമ്മളിപ്പോൾ ഒരു വാഹനം ലോഞ്ച് ആകുമ്പോൾ ചോദിക്കുന്നത് എന്താ വില എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെയാണ് അതിലേക്ക് എത്ര മൈലേജ് കിട്ടാൻ, ഏത് ബ്രാൻഡാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വിലയാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. അപ്പം ആ വില ഏറ്റവും ലാസ്റ്റ് വരെ ഇങ്ങനെ പിടിച്ചു നിർത്തുക, അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചോർന്നു പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ളത് എല്ലാ ഇവൻറ്റിൻ്റെ ഒരു സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി, അല്ലെങ്കിൽ വാഹനത്തെ ഒന്ന് നേരിട്ട് കാണാൻ, നമ്മൾ ഇത്രയും കാലം പടങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള, ഗൂഗിൾ പലയിടങ്ങളിലായിട്ട് കാണിച്ചു തന്നിട്ടുള്ള വാഹനത്തെ നേരിട്ട് കാണാൻ വേണ്ടി നമ്മളെപ്പോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെല്ലാം ഈ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് വാഹനത്തിൻ്റെ വരവാണിനി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് അവിടെ നിന്ന്
കിട്ടുന്നു, ഇനി വാഹനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ന് അവിടുത്തെ അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ എല്ലായിടത്തേക്കും നോക്കണം. അപ്പോൾ നോക്കിയ ആളുകളിൽ ഒരു ഭൂരിഭാഗം പേരും നടുവിൽ വെച്ചിട്ടുള്ള റാമ്പിലേക്കും, റാമ്പിന്റെ തുടക്കം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു പ്രധാന കവാടം പോലെ ഇരിക്കുന്ന, പക്ഷേ അതിലൂടെ ആരെയും അകത്ത് കയറ്റിട്ടില്ല, ഒരു ബ്ലാക്ക് കേർട്ടൻ ഇട്ട് അവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും, ഏറെക്കുറെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന സകല മനുഷ്യരും പുറകിലേക്ക് തിരിഞ്ഞ് റാമ്പിന്റെ വശങ്ങളിലൂടെ ഏറ്റവും പുറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടി. വണ്ടി വരാൻ സാധ്യതയുണ്ട്, വണ്ടി വരാൻ സാധ്യതയുള്ളത് ഏറ്റവും പുറകിൽ നിന്നാണ്. അതെ, അപ്പോൾ ആ ഒരു അത്ഭുത കാഴ്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മളെല്ലാവരും കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഇത്രയും ദൂരം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പറന്ന് മുംബൈയിലെത്തിയതും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണല്ലോ. ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയമാണ്. നമ്മൾ ടാറ്റ സിയാറയുടെ ലോഞ്ച് മുംബൈയിൽ വെച്ച് നടന്നതിന്റെ കഥകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിനും വിനുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്, കെവിൻ, ശരിക്കും ഇതിപ്പോ സിയാറയെ പറഞ്ഞ് കൊതിപ്പിച്ച് നമ്മളുടെ റേഡിയോ ഗാരേജിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതെ അതെ, ശരിയാണ്. നമ്മളിങ്ങനെ വാദോരാതെ ഇതിനെ പറ്റി സംസാരിച്ച് സമയം തീരാറാകുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ നമുക്ക് വാഹനത്തിന്റെ സ്പെക്കിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അയ്യോ, വാഹനത്തിന്റെ സ്പെക്കിലേക്ക് പോകല്ലേ. വാഹനം വരാൻ വേണ്ടി എല്ലാവരും ഓഡിറ്റോറിയത്തിന് പുറകിലേക്ക്, റാമ്പിലേക്ക് നോക്കി നിൽക്കുവാണ്. വണ്ടി ഒന്ന് സ്റ്റേജിലേക്ക് എത്തിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് കണ്ണു മാറ്റിയില്ല ഇതുവരെ. എല്ലാവരും പുറകിലേക്ക് നോക്കി നിൽക്കുന്നു. വാഹനത്തെ പറ്റിയുള്ള പറഞ്ഞു കേട്ട കഥകൾ, അല്ലെങ്കിൽ കേട്ടറിവിനേക്കാൾ മനോഹരമാണോ സിയാറ എന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള സകല മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ള നേരമാണ്. ശരിക്കും ഒരു ചെറിയ സൈലൻസ് ആണ്. ഒരു ചെറിയ സൈലൻസ് സമയത്ത് എല്ലാവരും പുറകിലേക്ക് നോക്കുന്നു. പുറകിലേക്ക് നോക്കുമ്പോൾ ബാക്കിൽ കാണുന്ന ബ്ലാക്ക് കേർട്ടന്റെ ഉള്ളിൽ നിന്ന്, പുറകിൽ നിന്ന് ഒരു ലൈറ്റ് തെളിയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിയുടെ മുന്നിലെ ലൈറ്റാണ്. അത് ഇട്ടിരിക്കുകയാണ്, ഹെഡ് ലാമ്പ് ഓൺ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റേജിൽ ഒരു മ്യൂസിക് തുടങ്ങുന്നു. രണ്ട് വശത്തും എനിക്ക് തോന്നുന്നു ഇവിടെ 1000 പേർ പങ്കെടുത്ത പരിപാടിയാണെങ്കിൽ ഏറെക്കുറെ ഒരു 500 പേർ അപ്പുറത്തും 500 പേർ റാമ്പിൻ്റെ ഇപ്പുറത്തുമാണ്. എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഓണാണ്. ഈ മൊബൈൽ ഫോണുകളെല്ലാം ഏതോ ഒരു സെലിബ്രിറ്റി നടന്നു വരുമ്പോൾ, നമ്മളിപ്പോൾ സ്റ്റേജ് ഷോ ഒക്കെ കാണാൻ പോകുമ്പോൾ ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റി വരുമ്പോൾ രണ്ട് വശത്തുനിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ക്യാമറകളെല്ലാം ഉയരുമ്പോൾ അതിൻ്റെ നടുവിലൂടെ സിയാറ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്യാൻ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുട്ടേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വാഹന റാമ്പിൽ കൂടെ നടന്ന സ്റ്റേജിലേക്ക് പോകുന്നതും, ആൾക്കാർ അതിൻ്റെ പുറകെ ഫോട്ടോ എടുക്കാനും മൊബൈലും കൊണ്ട് ഓടുന്നതും, അതിൻ്റെ ഒരു മ്യൂസിക് എഫക്റ്റും അതിൻ്റെ ഒരു ലൈറ്റിംഗ് എഫക്റ്റും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു വാഹനം ഓടിച്ച്, അല്ലെങ്കിൽ വാഹനം എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓടിക്കുന്ന എല്ലാവർക്കും വാഹനം പലതരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് എങ്ങനെയാവണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവണം. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം, നമ്മൾ കണ്ടതിലും അപ്പുറം, കേട്ടതിലും അപ്പുറം നടക്കുന്ന ഒരു വണ്ടിയുടെ ലോഞ്ച്. അങ്ങനെ യെല്ലോ സിയാറ, നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന, ഇത്രയും കാലം ഈ എവിടെ സെർച്ച് ചെയ്താലും കണ്ടിരുന്ന ആ ഒരു യെല്ലോ കളർ വണ്ടി തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. അതെ, അത് തുടക്കം മുതലേ ടാറ്റ ഹോൾഡ് ചെയ്തതും ആ ഒരു കളർ തന്നെയാണ്. ആ ഒരു കളർ തന്നെയാണ് കർട്ടൻ നീക്കി റാമ്പിൽ കൂടി സ്റ്റേജിലേക്ക് ഓടിച്ചു കയറ്റിയതും. ഓക്കെ, അങ്ങനെ വണ്ടി സ്റ്റേജിലെത്തുമ്പോൾ രണ്ട് വശത്തുനിന്നും, ബാക്കിലെ രണ്ട് വശത്തുനിന്നും രണ്ട് വാഹനങ്ങൾ കൂടി, രണ്ട് കളർ കൂടി സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അത് രണ്ടും കൂടി ആകുമ്പോൾ മൊത്തത്തിൽ സ്റ്റേജിൽ 3 സിയാറ. ഇനിയാണ് ശരിക്കും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള വാഹനത്തിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നത്. പ്രത്യേകതകൾ അവർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനിയാണ് സിയാറ കഥകൾ റേഡിയോയിൽ ആരംഭിക്കുന്നത്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ശരിക്കും കെവിൻ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ, ഇതിനു മുൻപ് ഇതുപോലെ പല ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ആ ഒരു എന്താണ് തോന്നിയത്? നേരിട്ട് നമ്മൾ പലപ്പോഴും ഓഫ് ദ മൈക്കിൽ പല കാര്യങ്ങളും ഈ ഒരു സിയാറ പറ്റി ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടതും. അതിപ്പം എല്ലാ കാര്യങ്ങളും, ഇപ്പം തുടക്കം തൊട്ട് വാഹനത്തിന്റെ ഡിസൈൻ തൊട്ട് ഇന്റീരിയറിലെ കാര്യങ്ങൾ തൊട്ട് ഇവൻ വിലവിവരം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് പോയിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഒരുപക്ഷെ ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിന്റെ ദീർഘവീക്ഷണം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ടാറ്റയ്ക്കുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ ഇനി വരാൻ ഏത് സെഗ്മെന്റിലേക്ക്, ഏത് കുറവ്, ഏത് വിടവ് നികത്താനാണ് ഒരു വാഹനം വേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ഗവേഷണം നടത്തുന്ന കെവിനെ പോലുള്ള മനുഷ്യർക്കെല്ലാം ഇതിന്റെ വിലയും ഇതിന്റെ പവറും ഒക്കെ ഊഹിക്കാൻ പറ്റും. പക്ഷേ എനിക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. എനിക്ക് അവർ പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിനിച്ചേട്ടൻ ആ ഒരു സത്യം മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെക്കാളും വളരെ സന്തോഷത്തിലായിരുന്നു വിനിച്ചേട്ടൻ ഈ ഒരു ഇവന്റ് കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമ്മളുടെ സിയാറ അവതരിപ്പിക്കപ്പെട്ടു. എല്ലാവരും ചർവറ ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസ് എടുക്കുമ്പോഴും കുറച്ചധികം നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ തന്നിരുന്നു. പ്രധാന സ്റ്റേജിലേക്ക് ടാറ്റയുടെ ഒഫീഷ്യൽസ് മാത്രം, എന്ന് പറഞ്ഞാൽ ഒരു 20ഓളം പേർ മാത്രം കയറി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കെവിനോട് ചോദിച്ചു, നമുക്ക് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അപ്പോൾ കെവിൻ പറഞ്ഞു, നമുക്ക് തൊട്ടടുത്ത് ഇതിനേക്കാൾ മികച്ചൊരിടത്ത് ഒരു 10-20ഓളം വണ്ടികൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള സകല മനുഷ്യർക്കും എത്രത്തോളം, അല്ലെങ്കിൽ ആവോളം ആസ്വദിച്ച് പോകാൻ പാകത്തിനുള്ള അവസരം ഒരുക്കിയിട്ട് തന്നെയാണ്
ഈ ഒരു ഗംഭീര പരിപാടി നടക്കുന്നത്. ഇനി റേഡിയോയിൽ പാട്ട് വരും. അത് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് CRIയിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ വണ്ടി ഞങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വിനു വണ്ടിയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കെവിന്റെ കയ്യിൽ ഒരു കുന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ചിലപ്പോൾ ഇന്നത്തെ ഷോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഞങ്ങൾ അടുത്ത ഷോയിലും കൂടി പറയും. അതെ, അതിനുള്ള കാര്യങ്ങളുണ്ട്. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ CRI കഥകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ CRIയുടെ ലോഞ്ച് നടന്നു. അതിന് നമ്മളെ ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് CRIയുടെ ലോഞ്ച് കണ്ടതിന് ശേഷം അവർ CRIയെ പറ്റിയുള്ള ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പലർക്കും ഉദ്ദേശിച്ചത് ഷോറൂം ഓണേഴ്സിനും അല്ലെങ്കിൽ ഷോറൂമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെയും അറിയുന്നതിന് മുൻപേ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നുണ്ട്. വണ്ടിയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും വളരെയധികം സന്തോഷത്തോടെ കേൾക്കാൻ പാകത്തിനുള്ള നിരവധി കാര്യങ്ങൾ CRIയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒരു 2 പോയിന്റ് വോളിയം കൂട്ടി വെച്ച് കേട്ടോളൂ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ പറയാൻ പോകുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. CRIയെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഇതിന്റെ ഒരു പ്രൈസിലേക്ക് പോവാം. 11,49,000 രൂപയ്ക്കാണ് ടാറ്റ ഈ വാഹനത്തിന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു 11 to 20 lakhsiലായിരിക്കും ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇത് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിരിക്കും. ഇതിൽ ചെറിയൊരു വേരിയേഷൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു ആദ്യത്തെ ഒരു 10,000 ബുക്കിംഗ്സോ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ നമ്പർ കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പോൾ ഒരു 30,000 രൂപയോ 50,000 രൂപയോ കൂടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് 3 എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം. നമുക്കൊരു 1.5 ലിറ്റർ ഡീസൽ വരുന്നുണ്ട്, 1.5 ലിറ്റർ ടർബോ പെട്രോൾ വരുന്നുണ്ട്, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്. സോ 90s ഇന്ത്യയിലെ ആദ്യത്തെ ഒരു SUV ആയി ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് CRI. അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വെറുതെ ഒരു ലോഞ്ചായിട്ട് മാത്രമല്ല, അതിന് എല്ലാവിധ ഒരു സപ്പോർട്ടും എല്ലാവിധ അർത്ഥങ്ങളും മീനിങ് ഫുൾ ആക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിനെ ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിരവധി കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ മൂന്നാർ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പേരും ഈ ഒരു വാഹനത്തിൻ്റെ കളറിൽ കൊടുത്തിട്ടുണ്ട്. നിരവധി എഞ്ചിൻ ഓപ്ഷനിൽ വരുന്നുണ്ട്. നല്ല ഒരു പ്രൈസ് പോയിന്റിലാണ് വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൂടാതെ ടാറ്റ നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ പ്രസന്റേഷനിൽ നമുക്ക് കാണിച്ചു തന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡീസൽ, പെട്രോൾ, CNG, ഹൈബ്രിഡിലും EVയിലും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. ഡിസംബർ 15-നാണ് ഇതിൻ്റെ ബുക്കിംഗ്സ് ആരംഭിക്കുന്നത്. ജനുവരി 2nd വീക്കോട് കൂടി ഇതിൻ്റെ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ടാറ്റ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ കേട്ടതെല്ലാം ഹൈലൈറ്റ്സ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഓരോ ഇടങ്ങളിലും ഇഴകീറി പരിശോധിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. റേഡിയോയിൽ പാട്ടുകൾ വരും. പാട്ടുകൾക്ക് ശേഷമാണ് CRIയെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനം സംഭവിക്കുന്നത് കേട്ടോ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടെ വിനുവും കെവിനും ഉണ്ട്. നമ്മൾ CRIയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. CRIയുടെ പ്രത്യേകതകളിലേക്ക് പറഞ്ഞെത്തുവാണ്. കെവിൻ ഒരു റൗണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി കെവിൻ ഓരോ അറ്റം മുതലുള്ള ടൈറ്റിലുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈറ്റിലുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കെവിനിലേക്ക് വീണ്ടും താലം കൈമാറണം. താലം അല്ല കേട്ടോ, മൈക്കാണ് കൈമാറുന്നത്. മൈക്ക് സ്വീകരിച്ചിരിക്കുന്നു. സോ ഇനിയിപ്പോൾ ഈ വാഹനത്തിന്റെ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ഒരു പ്രീവിയസ് ജനറേഷൻ CRIയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷനിൽ നമുക്ക് 3 ഡോർ ആയിരുന്നെങ്കിൽ പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ 5 ഡോർ ആക്കിയിട്ടുണ്ട്. എന്നാൽ 3 ഡോറിൽ എങ്ങനെയാണോ ആ ഒരു ബൈക്കിലത്തെ വലിയൊരു ഗ്ലാസിൻ്റെ ആ ഒരു എലമെൻറ്റ് കൊടുത്തിരുന്നത് അതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതിനോട് വളരെയധികം ജസ്റ്റിസ് പുലർത്തുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെയും ആ ഒരു പില്ലർ ഡിസൈൻ വന്നിരിക്കുന്നത്. അതായത് B പില്ലർ തുടങ്ങി ആ ഒരു ടെയിൽ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഡോർ എക്സ്ട്രാ ആണെന്ന് തോന്നാത്ത രീതിയിലാണ് ആ ഒരു ഗ്ലാസിൻ്റെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു വലിയ LED സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 എൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രില്ല് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു LED ലൈറ്റിംഗ് യൂണിറ്റും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടപെടുവാണ്. ഞാൻ ഈ പ്രസന്റേഷനിൽ ഇങ്ങനെ ഒരു അറ്റം മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം എനിക്ക് എഞ്ചിൻ സൈഡും അത്രത്തോളം ഒന്നും നമുക്ക് വണ്ടിയെ പറ്റി അറിയില്ലല്ലോ. കെവിൻ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത്, എനിക്ക് അത്യാവശ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതെന്താണെന്നറിയാമോ? എന്താണ്? അതായത് വാഹനത്തിന്റെ ലൈറ്റിനെ പറ്റിയൊക്കെ ഒരു പ്രസന്റേഷൻ നടന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞ LED ഹെഡ്ലൈറ്റോട് കൂടിയാണ് CRI പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. അതെ,
അത് കണ്ടപ്പോഴേ ഈ ചെറിയ ലൈറ്റ്, ഈ ചെറുതായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു ലൈറ്റിന്റെ സ്പേസിൽ നിന്ന് ഇത്രത്തോളം വെളിച്ചം വരുമോ എന്നൊരു സംശയം ഉണ്ടായി. പക്ഷേ ഈ ലോഞ്ചിന് ശേഷം നമ്മൾ പുറത്തു പോയിട്ട് ഒരു വണ്ടിയുടെ ലൈറ്റ് തെളിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ പുലിയല്ല പുപ്പുലിയാണെന്ന്. അത് മാത്രമല്ല, ഈ ഒരു വാഹനം നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് പോയി നോക്കണം. കാര്യം ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊന്ന് കൺഫ്യൂസ്ഡ് ആവും ഇവിടെ എവിടെയാണ് ലൈറ്റ് എന്നുള്ളത്. ഇത്രയധികം ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ല് ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളറിലെ ഗ്രില്ലിൽ തന്നെയാണ് സിയാറയുടെ ലോഗോ കൊടുത്തിട്ടുള്ളതും ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുള്ളതും ഫ്രണ്ടിലെ പാർക്കിംഗ് ക്യാമറ കൊടുത്തിരിക്കുന്നതും LED DRL കൊടുത്തിരിക്കുന്നു. സോ ഇത്രയധികം എലമെൻറ്റ്സ് ആ ഒരു ബ്ലാക്ക് പാനലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ടാറ്റയുടെ ചീഫ് ഡിസൈൻ ഓഫീസർക്ക് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കയ്യടി ഞങ്ങൾ നേരിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. അദ്ദേഹം വാഹനത്തിന്റെ ഡിസൈനെ പറ്റിയൊക്കെ വളരെ ആധികാരികമായി സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഉണ്ടാക്കിയാൽ അതിന്റെ ഡിസൈനെ പറ്റി പറയുന്നത് നേരിട്ട് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ എലമെന്റ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതാരാണാവോ ഇങ്ങനെ സമ്മതിക്കണമല്ലോ എന്നൊരു തോന്നലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സോ ഇനിയിപ്പോൾ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വലിയൊരു ട്രിപ്പിൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോ പാസഞ്ചറിൻ്റെ അറ്റം മുതൽ ഡ്രൈവറിൻ്റെ അറ്റം വരെയുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നടുവിൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. വാഹനത്തിൻ്റെ മറ്റ് ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്, മാപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ മുമ്പിലാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. കോ പാസഞ്ചർക്ക് മൾട്ടിമീഡിയ എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സ് വളരെയധികം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ബോസ് മോഡ് ലഭിക്കുന്നുണ്ട്. പിൻഭാഗത്തെ ആൾക്ക്, അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് മുന്നിലത്തെ സീറ്റിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സീറ്റിൽ തന്നെ ആ സീറ്റിനോട് ചേർന്ന് തന്നെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പുള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പിലോട്ടും ബാക്കിലോട്ടും അതിൻ്റെ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വലിയ പ്രീമിയം ലക്ഷറി കാസിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു 11.5 ലക്ഷം രൂപയ്ക്ക് ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു CRIയിൽ നമുക്ക് ലഭിക്കുന്നത്. സീറ്റുകളെ എടുത്തു പറയേണ്ട കാര്യം, എസ്പെഷ്യലി ഫ്രണ്ടിലെ സീറ്റുകളെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീറ്റിൽ അണ്ടർത്തെ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി നമുക്കൊരു സീറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കസേരയിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് കാറിലെ ഒരു സീറ്റും തന്നെ വരുന്നത്. എന്നാൽ നമ്മുടെ തുടഭാഗം ആ ഒരു സീറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു അഡീഷണൽ സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സീറ്റ് കോൺഫിഗറേഷനാണ് ഈ ഒരു CRIയിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം, ഇത് എന്ത് സെഗ്മെൻറ്റാണ്, എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാഹനം നേരിടാൻ പോകുന്നത് കിയ സെൽട്ടോസ്, ഹ്യുണ്ടായി ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, കുഷാക്, ടൈഗൂൺ എന്നീ വാഹനങ്ങളുടെ ആ ഒരു ശ്രേണിയിലേക്കാണ് ഈ ഒരു വാഹനത്തിനെ ടാറ്റ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള വാഹനങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയായിരിക്കും. കാര്യം അത്രയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാരറിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലാറ്റ് ബോട്ടം 4 സ്പോക്കുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടച്ച് പാനലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന AC-യുടെ ക്ലൈമറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഡോർ പാഡിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഡോർ പാഡിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതും നമ്മൾ പ്രീമിയം കാസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഡോർ പാഡിൽ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. കാര്യം അത് ഡോർ തുറക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ്. യാത്രകളിലൊക്കെ നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശത്തിനെ മൊത്തമായി കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ഗാരേജ് ആണ്. കൂടെയുള്ളത് വിനുവും കെവിനുമാണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ CRIയുടെ കഥകൾ തന്നെയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. CRIയിൽ എന്തൊക്കെയുണ്ട് പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രത്തോളം പ്രത്യേകതകളുണ്ട്. കെവിൻ പറഞ്ഞു നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ സൺറൂഫിന്റെ കാര്യത്തിലാണ്. സൺറൂഫിൽ ഞാനൊന്ന് ഇടപെടും. തീർച്ചയായിട്ടും ഇടപെടണം. എനിക്ക് ഇടപെടാനിപ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഒരു LED ലൈറ്റാണ്. ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഒരു സൺറൂഫ് കൂടിയാണ്. അതെ, LED പറ്റി പറഞ്ഞത് LED ഇന്ത്യയിലെ ഏറ്റവും തിന്നായിട്ടുള്ള LED ലൈറ്റുകളോടുകൂടിയാണ് ഈ ഒരു വാഹനം പുറത്തിറങ്ങുന്നതാണ്. പക്ഷേ സൺറൂഫിനെ പറ്റി അവർ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൺറൂഫായിട്ടാണ് ഈ ഒരു വാഹനം പുറത്തിറങ്ങുന്നതാണ്. അതായത് ഏറ്റവും ചെറുതുകൊണ്ട് ചിലത് ഈ വാഹനത്തിൽ, ചില എലമെന്റ്സ് ഏറ്റവും വലുതുമുണ്ട്. അതെ. അപ്പോൾ സൺറൂഫിൽ നിന്ന് ഇനി നമ്മുടെ വാഹനത്തിന്റെ പുറകിലേക്ക്, വാഹനത്തിന്റെ ഒരു അറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള കാര്യങ്ങൾ ഈ ഗാരേജിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട്. പക്ഷേ കെവിൻ ഇപ്പോഴും പറഞ്ഞു വണ്ടിയുടെ പകുതി വരെ എത്തിയിട്ടില്ല. അതെ, അത്രയധികം ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഇതിലും ഫീച്ചേഴ്സിലേക്കൊന്നും സത്യം പറഞ്ഞാൽ പോയിട്ടില്ല. നമുക്കിനി സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് 2 CRI ഇടിപ്പിച്ചുകൊണ്ടാണ് ടാറ്റ ഇതിന്റെ സേഫ്റ്റി കാണിച്ചിട്ടുള്ളത്. നോർമലി സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭിത്തി പോലുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ ഒരു ഭിത്തി പോലുള്ള ഭാഗത്തേക്ക് ഒരു 60 കിലോമീറ്റർ സ്പീഡിലോ അല്ലെങ്കിൽ 70 കിലോമീറ്റർ സ്പീഡിലോ വാഹനത്തിനെ മറ്റൊരു ഫോഴ്സും കൊണ്ട് തള്ളിവിടുന്നു.
വാഹനം വന്ന് ഇടിക്കുന്നു, ഇടിച്ചു കഴിയുമ്പോൾ എത്ര ഇമ്പാക്റ്റ് വന്നു അതിനനുസരിച്ച് സ്കോർ ചെയ്യുന്നു. എന്നാൽ ടാറ്റ ഇവിടെ ചെയ്തത് 2 സിയാറ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു, 2 സിയാറകൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്നു, എന്നിട്ടാണ് ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് നമ്മളെ കാണിച്ചത്. അങ്ങനെ 2 സിയാറ വന്നിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ ഒരു സേഫ്റ്റി പരിപാടികൾ കാണിച്ചപ്പോൾ ഉണ്ടല്ലോ, അതിന്റെ വിഷ്വൽ ഈ ഒരു സ്പേസിൽ കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ കയ്യടി ഉണ്ടല്ലോ. ഇപ്പോൾ ലാലേട്ടൻ പടത്തിലൊക്കെ ഒരു മരണമാസ സീനിൽ ഒരു പറ്റം വില്ലന്മാർ ഇടിച്ചിട്ടിട്ട് ലാലേട്ടൻ നടന്നു വരുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു കയ്യടി ഉണ്ടല്ലോ, ഏറെക്കുറെ ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ കിട്ടിയത്. അത് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ വാഹന ശ്രേണിയിലെ തന്നെ ഒരു നായകനാകാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ നായകനായി കഴിഞ്ഞ ഒരു വാഹനത്തിന്റെ ഒരു ഇമ്പാക്റ്റ് പോലെ തോന്നിയിട്ടാ അതൊരു ഗംഭീര സീനായിരുന്നു. അത് മാത്രമല്ല, അത് ഈ ഒരു വാഹനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഈ ഒരു ഇവന്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പബ്ലിക്കേഷനിൽ നിന്നും മീഡിയാസിൽ നിന്നും നമ്മളെ പോലെയുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നുള്ള ശ്രേണിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു സേഫ്റ്റി എലമെന്റിനെ കൈയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിയാറയ്ക്ക് ഇത്രയും അധികം ആൾക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സേഫ്റ്റിയുടെ കാര്യം ഓക്കെയാണ്. ഇനിയിപ്പോൾ വണ്ടിയുടെ ഏറ്റവും ബാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിലും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതെ, ഈ ഒരു സിയാറിലേക്ക് വരുമ്പോൾ പിൻഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ഇലക്ട്രിക്കൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ ഇലക്ട്രിക്കൽ ക്ലോസ് ചെയ്യാനും പറ്റും. അതിന് മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു ടെയിൽ ഗേറ്റ് ഇലക്ട്രിക്കലി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ടെയിൽ ഗേറ്റിൽ തന്നെയാണ് ഈ ഒരു LED ലാമ്പ്, ബൈക്കിലേക്കുള്ള LED ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഉൾപ്പെടെയാണ് ആ ഒരു ഡോറ് മുകളിലേക്ക് പോകുന്നത്. കാര്യം ആ ഒരു ഡോറിൽ തന്നെയാണ് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി സമയത്തൊക്കെ പിന്നിൽ ഭാഗത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു വാഹനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ടർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. അങ്ങനെയുള്ള സേഫ്റ്റി എലമെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടാറ്റ സിയാറ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ADAS പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടി റോഡിൽ ഓടിക്കാനുള്ള സമയമായിട്ടില്ല. ഇതിൻ്റെ റോഡ് ടെസ്റ്റ് റിവ്യൂ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇടപെട്ടോട്ടെ? തീർച്ചയായിട്ടും. അതായത് റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഇടപെടാവും. അതെ, റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വാഹനം നാട്ടിലെ ഷോറൂമുകളിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ, അതായത് നാട്ടിൽ കേരളത്തിൽ ഈ വാഹനത്തിൽ കയറുന്ന എന്ന് പറഞ്ഞാൽ സിയാറയിൽ കയറുന്ന റേഡിയോ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ ടീം നമ്മൾ തന്നെയായിരിക്കും. അതെ. നമ്മൾ ഒക്ടാവിയയുടെ ഡ്രൈവിന് പോയ സമയത്ത് വിനിച്ചേട്ടൻ എക്സ്പീരിയൻസ് ഒരു കാര്യമാണ്. നമുക്ക് വാഹനത്തിൻ്റെ ബാലൻസിങ് അറിയാൻ വേണ്ടിയിട്ട് 2-3 ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ADASും ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റവും നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഈ ഒരു വാഹനം ഓൾ വീൽ ഡ്രൈവിലും ലഭിക്കുമെന്നാണ് ടാറ്റ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസത്തിനോട് ഞാനും കാത്തിരിക്കുവാട്ട്. വാഹനത്തിനകത്ത് കയറി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ചുറ്റും നടന്നു ഡിക്കിയും ബാക്കി എഞ്ചിൻ സൈഡും എല്ലാം കണ്ടപ്പോൾ ഈ വണ്ടിക്കകത്തൊന്ന് ഇരുന്ന് യാത്ര ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പോലെ അല്ലെങ്കിൽ കെവിനെയും പോലെ എനിക്ക് വന്നിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതെ, അടുത്ത് തന്നെ ഉണ്ടാകും, ഉറപ്പാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല, ശരിക്കും തീർന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. നമ്മൾ മുംബൈയിൽ കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 25-ാം തീയതി മുംബൈയിൽ ചെന്നിട്ട് ടാറ്റ സിയാറയുടെ ലോഞ്ചിൽ പങ്കെടുത്തതിന്റെ കഥകളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സിയാറയെ പറ്റി പറഞ്ഞു തീർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയാറയെ പറ്റി അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റില്ലെന്ന്. അത്രത്തോളം കാര്യങ്ങൾ സിയാറയ്ക്കുള്ളിലുണ്ട്, സിയാറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ എനിക്ക് വിനിശാനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എങ്ങനെയുണ്ട് സിയാറ? അതായത് ഞാൻ സിയാറ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇങ്ങനൊരു വണ്ടി റീലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് കെവിനിലൂടെയാണ്. കെവിൻ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ ആകെ സിയാറയെ പറ്റി എനിക്കറിയാവുന്നത്. ഒരു ശരാശരി വാഹനപ്രേമിയായതുകൊണ്ട് തന്നെ ചോട്ടാമൊബൈൽ സിനിമയിൽ മണിച്ചേട്ടൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി, അല്ലെങ്കിൽ പഴയ പല സിനിമകളിലും കാണിച്ചിട്ടുള്ള വണ്ടി, നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും ഉണ്ടായിരുന്ന വണ്ടി എന്ന നിലയ്ക്കാണ്. ആ വണ്ടി വീണ്ടും വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് കെവിൻ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് നമ്മുടെ ക്രിക്കറ്റ് ടീമിന്, അതായത് വനിതാ ക്രിക്കറ്റ് ടീമിന് വേൾഡ് കപ്പ് കിട്ടിയത് ടാറ്റ ഇവർക്കെല്ലാം ഗിഫ്റ്റായിട്ട് യെല്ലോ സിയാറ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോഴും ഞാൻ വണ്ടി നോക്കിയപ്പോൾ വണ്ടിയുടെ പടം എല്ലാവരും കാണിച്ചിട്ടുള്ളത് മഞ്ഞ തന്നെയാണ്, അതായത് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ മനസ്സിൽ ഒരു വണ്ടിയെ സങ്കല്പിച്ചു. ഈ വണ്ടി ഇത്രയുണ്ടാകും, ഈ വണ്ടി ഇത്രത്തോളം വലുതായിരിക്കും, അങ്ങനെയാണ്. കാരണം നമ്മൾ നേരിട്ട് കാണാത്തതിനെ ഇമാജിൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇതല്ല, ഈ ഒരു ഇമാജിൻ ചെയ്ത ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പവുമായിട്ട് മുംബൈയിലെത്തിയ എന്നെ ശരിക്കും സിയാറ ഞെട്ടിച്ചു. ഞാൻ ചിന്തിച്ചതിനേക്കാളും ഞാൻ ആലോചിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു വണ്ടി. ഈവൻ റോട്ടിൽ നിന്നാൽ ഒരുപാട് പേർ നോക്കിപ്പോകും, മറ്റു വാഹനങ്ങൾക്കൊക്കെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട്.
ഹാരിയറും സിയാറയും കൂടെ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരു ആനയും ഒരു ആനക്കുട്ടിയും നിൽക്കുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിസൈൻ സൈഡ് ആണെങ്കിലും കളർ സൈഡ് ആണെങ്കിലും അത് ഈ പറഞ്ഞ ഒരു കമ്പനി പലതരത്തിലുള്ള വാഹനങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടാകും. എല്ലാ വാഹനങ്ങളും വിറ്റ് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ കൊടുത്ത് തന്നെ പുറത്തിറക്കുള്ളൂ. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങുന്ന വാഹനത്തിന് ആ കമ്പനി ഇതുവരെ ആ കമ്പനിയിലെ മറ്റു വാഹനങ്ങൾക്ക് ഒന്നും കൊടുക്കാത്ത പല പ്രത്യേകതകളും വെച്ച് തന്നെയായിരിക്കും പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രത്യേകതകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ള എല്ലാ വാഹനങ്ങളെക്കാളും ഒരുപടി മുന്നിൽ. അതായത് ഇപ്പോൾ ഈ 11.5 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന വാഹനത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റു വാഹനങ്ങളെക്കാളും ചില കാര്യങ്ങളിൽ, ചില എലമെന്റ്സിൽ ഒരുപാട് മികവ് പുലർത്തുന്ന ഒരു വാഹനമായി മാറാൻ എല്ലാ സാധ്യതയുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇതൊരു ഹിറ്റ് തന്നെയായിരിക്കും. കാര്യം അത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൈസും അങ്ങനെ തന്നെയുള്ള ഒരു രീതിയിലാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കെവിനോട് ചോദിക്കുകയാണ്, സാധാരണ ഇപ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാ വണ്ടികളിലും ഏതൊരു വാഹനം പുതിയ മോഡൽ പുറത്തിറങ്ങിയാലും അതിൻ്റെ കളർ പ്രസന്റേഷൻ സമയത്ത് നമ്മൾ അതിനകത്ത് പല കളർ കാണുമെങ്കിലും ബ്ലാക്ക് കൂടി കാണാറുണ്ട്. അതായത് ഒരു ഡാർക്ക് എഡിഷൻ പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ അല്ലാതെയുള്ളൊരു ഫിനിഷോ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കാണാറുണ്ട്. ഇവിടെ നമ്മൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ കണ്ടില്ല, ഡിസ്പ്ലേ ചെയ്തെടുത്തും കണ്ടില്ല, സ്റ്റേജിൽ ലോഞ്ച് ചെയ്ത സമയത്തും കണ്ടില്ല. മനപ്പൂർവ്വം ഇറക്കാത്തതാണോ അല്ലെങ്കിൽ പിന്നീട് ഇറക്കാൻ വെച്ചിരിക്കുകയാണോ? അത് ടാറ്റയ്ക്കുള്ള ഒരു ചില സ്വഭാവമാണ്. അതിപ്പം നമ്മൾ പറയുമല്ലോ, ചില സ്വഭാവങ്ങൾ എത്ര ചെയ്താലും മാറില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ടാറ്റയുടെ കാര്യങ്ങളും. ടാറ്റ ആദ്യം ഒന്നും ബ്ലാക്ക് ഇറക്കില്ല. ഈ ഒരു വാഹനം ഇറങ്ങിയ ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും ടാറ്റ ബ്ലാക്ക് ഇറക്കുന്നത്. അതിപ്പം ടാറ്റയുടെ മറ്റു വാഹനങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ തന്നെയുണ്ട്. അതിപ്പോൾ ഇലക്ട്രിക്കൽ പോലും ടാറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും ആ ഒരു വാഹനം ഇറങ്ങിയിട്ട് ഒരു 6 മാസമോ അല്ലെങ്കിൽ 8 മാസമോ കഴിയുമ്പോഴായിരിക്കും ടാറ്റ ഒരു ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത്. റെഡ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ വരെ ടാറ്റ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വാഹനത്തിനുള്ളിലെ സീറ്റുകൾ ഒരു സ്ട്രോബെറിയുടെ കളറിനോട് സാമ്യമുള്ള റെഡ് സീറ്റുകളൊക്കെ കൊടുത്തിട്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ബ്ലാക്ക് ആക്കുന്നു, സീറ്റ് റെഡ് ആക്കുന്നു, വാഹനത്തിൻ്റെ മൊത്തം കളർ ബ്ലാക്ക് ആക്കുന്നു. ഇങ്ങനെയുള്ള ചില വികൃതി പരിപാടികൾ ടാറ്റ ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. അത് ഉറപ്പായിട്ട് ഇവിടെ പ്രതീക്ഷിക്കാത്തോ. കാരണം കെവിൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഹാരിയർ ഇറങ്ങിയപ്പോൾ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹാരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡാർക്ക് എഡിഷൻ വന്നപ്പോൾ പിന്നെ എല്ലാവരും ഡാർക്ക് എഡിഷന്റെ പുറകിലായിരുന്നു. അതെ, അതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു വാഹനത്തിനോടുള്ള ഹൈപ്പ് പോകാതെ ഇനിഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പ് കുറച്ച് നാൾ തന്നെ നിൽക്കുകയുള്ളൂ. എന്നാൽ ആ ഹൈപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓരോ പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ നമ്മളത് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. മേ ബി ചിലപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൊതി തീരുന്നതിന് മുമ്പ്, അവതരിപ്പിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു തീരും മുൻപ് നമ്മൾ സിആറെ ഒരിടത്ത് ഒതുക്കി നിർത്തുകയാണ്. കാരണം ഇനിയും സിആറെ പറ്റി ഒരുപാട് പറയാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ കണ്ടക്ട് ചെയ്യുന്ന ഡ്രൈവിന് നമുക്കിനി പോകേണ്ടതുണ്ട്, അതിൻ്റെ ഇൻവിറ്റേഷൻ വരാനുണ്ട്. അപ്പോൾ അത് പോയതിന് ശേഷം അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊതിപ്പിച്ച് നിർത്തുവാണ്. അതെ, ഇനിയിപ്പോൾ ഇത് വാഹനം ഓടിക്കാൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ റോഡിലെ പെർഫോമൻസ് എങ്ങനെയാണ്, സസ്പെൻഷൻ എങ്ങനെയാണ്, ഫ്യൂവൽ എഫിഷ്യൻസി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ എങ്ങനെയാണ്, എഞ്ചിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വരുന്ന എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും നമ്മൾ അതിനും പോകുന്നതായിരിക്കും. അതെ, എന്തായാലും അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുള്ളൂ. അത് നമ്മുടെ പോളിസിയാണ്. അതെ അതെ, അല്ലാതെ കണ്ടതിന്റെ വെളിച്ചത്തിലോ വീഡിയോ കണ്ടതിന്റെ വെളിച്ചത്തിലോ വണ്ടിയെ പറ്റി ഒരു പരിധിക്കപ്പുറം ഒന്നും നമ്മൾ പറയുന്നില്ല, അറിഞ്ഞത് മാത്രമേ പറയുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ സിആറെ വളരെ മനോഹരമായി അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ ഇനി എന്താ പരിപാടി? ഡിസംബറിൽ എന്താ പരിപാടി കെവിൻ? ഡിസംബറിൽ തണുപ്പാണെന്നൊന്നും പറയണ്ട, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡിസംബറിൽ തണുപ്പുണ്ട്, പുതിയ കൂൾ വാഹനങ്ങൾ, തണുത്ത വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. മാരുതിയുടെ 2 വാഹനങ്ങളുടെ ലോഞ്ചുണ്ട്, സ്കോഡയുടെ വാഹനങ്ങളും വോക്സോന്റെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസംബർ തന്നെയായിരിക്കും ഈ ഒരു സിആറയുടെ ഡ്രൈവും പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു മന്ത് തന്നെയായിരിക്കും ഡിസംബർ. 2025 ഏറ്റവും കൂടുതൽ യാത്രകൾ, പ്രത്യേകിച്ചും സംസ്ഥാനത്തിനപ്പുറത്തേക്കുള്ള അന്തർ സംസ്ഥാന യാത്രകൾ നടത്താൻ പോകുന്ന മാസം ഡിസംബർ ആണ് എന്നുള്ളത് ഉറപ്പിക്കാവോ? ഏറെക്കുറെ ഉറപ്പിക്കാം. ഒരു 10-15 ഫ്ലൈറ്റ് നമ്മൾ കയറേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ റേഡിയോ ഗാരേജ് ടീമിന് പുറപ്പെടാൻ വേണ്ടി ഫ്ലൈറ്റുകൾ വേഗം തയ്യാറാക്കി നിർത്തേണ്ടതാണ്. അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. അതെ അതെ അതെ. നമ്മളപ്പോൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞാൽ കെവിൻ്റെ കയ്യിൽ ഹോണ്ട അമൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു മാസമായിട്ട് കെവിൻ്റെ കയ്യിൽ അമൈസ് ഉണ്ടായിരുന്നു. അമൈസുമായിട്ട് പുറത്തിറങ്ങിയതിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പറഞ്ഞറിയിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ അമേസിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സിആർ ഈ എപ്പിസോഡ് മൊത്തം തൂക്കി. സിആർ എപ്പിസോഡ് തൂക്കി. സിആർ നമ്മളുടെ മനം കവർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നു. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഷട്ടറുമെല്ലാം ഇടാൻ ഒരുങ്ങുന്നു. അമേസ് എപ്പോഴാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്? അമേസ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച അമേസ് വരും. അത് ഓടിച്ചതിന്റെ വെളിച്ചത്തിലാണ് കോട്ടയത്ത് ഒരു മാസമായിട്ട് UP രജിസ്ട്രേഷൻ അമേസ് ചീർപ്പായുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കെവിനാണ്. ആ ഓടിച്ചയാൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ പോകുന്ന കഥകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒപ്പം ഷട്ടറുമെല്ലാം അടക്കിയാണ് ഗാരേജിന്റെ. ഷട്ടർ അടച്ചുകൊണ്ടിരിക്കുന്നത് 2 പേർ ചേർന്നാണ്. ഒരാളുടെ പേര് കെവിൻ എന്നാണ്, ഒരാളുടെ പേര് വിനു എന്നാണ്. ഗാരേജിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു എപ്പിസോഡ് വരെ എല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടും സേഫ്റ്റിയോടും കൂടി മാത്രം വാഹനങ്ങൾ
വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.